കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് PV അൻവർ. അതിനുശേഷം മാധ്യമങ്ങളോട് സാബുവിന്റെ കുടുംബത്തെ സന്ദർശിക്കുക എന്നത് നമ്മുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം എന്ന കണക്കിൽ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സഹകരണ മേഖലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യത്വരഹിതമായ അനവധി സംഭവങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ സാക്ഷിയാവുകയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ആത്മഹത്യകൾ നടക്കുന്നത് ലോൺ എടുത്തിട്ട് അത് അടക്കാൻ കഴിയാതെ ജപ്തി വന്നിട്ടാണ് ആഴ്ചയിൽ ആളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗത്തിൻ്റെ ഒരു രക്തസാക്ഷിയാണ് സാബു. സ്വന്തമായി നിക്ഷേപിച്ച പണം ഒരാവശ്യഘട്ടത്തിൽ അതും ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോയി ചോദിച്ചിട്ട് പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, വളരെ ക്രൂരമായി പെരുമാറുകയും ശാരീരികമായി അദ്ദേഹത്തെ ആക്രമിക്കുകയും വളരെ ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ നേതാക്കന്മാർ നിന്നെ കൈകാര്യം ചെയ്യും ഞങ്ങൾ എന്ന് പറയുന്ന ഗുണ്ടായിസത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ സഹകരണ സംഘം പോയതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് സാബുവിൻ്റെ ഈ മരണം. ഇത് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വെറുതെ അങ്ങ് എഴുതി തള്ളേണ്ട ഒരു വിഷയമല്ല. മനുഷ്യർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഏറ്റവും സേഫർ പോയിന്റ് എന്ന നിലക്കാണ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. അതിൽ നിന്ന് ചെറിയ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ട് അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. കച്ചവടം ചെയ്യാൻ ശേഷിയില്ലാത്തവർ, ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവർ, ഈ തരത്തിൽ വരുന്നവരൊക്കെ ഒരു നിലക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കും. മറ്റൊരു രീതിയിൽ നമുക്കാർക്കും ഈ പണം വീട്ടിൽ കെട്ടിവെക്കാൻ സാധിക്കില്ല. വിദേശത്ത് പോയി സമ്പാദിച്ച് കൊണ്ടുവന്ന പണം ഒരു 2% ഇൻട്രസ്റ്റ് അധികം കിട്ടും എന്ന കണക്കിലാണ് ഈ സഹകരണ സംഘങ്ങളിൽ ആളുകൾ പണം നിക്ഷേപിക്കുന്നത്. ആ പണമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ കൊള്ളയടിക്കപ്പെടുന്നത്. കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള സംഭവങ്ങൾ ഒരു കരുവന്നൂരല്ല, അനവധിയായ കരുവന്നൂർ ബാങ്കുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. മലപ്പുറത്ത് ഞങ്ങൾ വലിയ പ്രക്ഷോഭം 2 ദിവസം കഴിഞ്ഞാൽ തുടങ്ങാൻ പോവുകയാണ്. കരുവന്നൂരിനേക്കാളും വലിയ തട്ടിപ്പ് മലപ്പുറത്ത് നടന്നിട്ടുള്ള ഏറ്റവും അതിൻ്റെ അവസാനത്തെ തെളിവുകളടക്കം ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആകെ തുക നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സഹകരണ സംഘം എന്താണ്? സഹകരണ സംഘം 950കളിൽ ഈ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുമ്പോൾ ഇത് മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. ഇതിൻ്റെ പേര് പരസ്പര സഹായ സഹകരണ സംഘം എന്നാണ്. നമ്മളിപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് വലിയ പേര് പറയുന്നു. ആ പരസ്പര സഹായ സഹകരണ സംഘങ്ങൾ 2%-നും 4%-നും ഒരു ഗ്രാമത്തിലെ കർഷകർക്ക്, അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അവരെ കയ്യിലുള്ള 500-ഉം 1000-ഉം ഡിപ്പോസിറ്റ് ചെയ്ത് ഒരത്യാവശ്യം വരുമ്പോൾ അവർക്ക് ലോണ് കൊടുത്ത് പരസ്പരം സഹായിച്ചു പോയിരുന്ന ഒരു സംവിധാനത്തെ മുഴുവൻ കോർപ്പറേറ്റ് വൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ CPM ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ദേശീയ ബാങ്കുകൾ, അന്തർദേശീയ ബാങ്കുകളുടെ നിലവാരത്തിനപ്പുറമാണ് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ. 6%, 7% പലിശ ഉണ്ടായിരുന്നത് 14%-വും 12%-വും പിഴപ്പലിശ അടക്കം 18%-വും ആക്കി മനുഷ്യർക്ക് തിരിച്ചടക്കാൻ കഴിയാതെ സ്വന്തം വീടുകൾ, ലക്ഷക്കണക്കിന് വീടുകൾ കേരളത്തിൽ നിന്ന് ജപ്തി ചെയ്യുകയാണ്. അപ്പോൾ ഇത് കോർപ്പറേറ്റ് വൽക്കരിച്ചു CPM. എവിടുന്നാണ് ഈ പൈസ? ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ രക്തം ഊറ്റിയെടുക്കുകയാണ് ഈ 12, 15, 18%. എന്നിട്ട് അവർക്ക് വലിയ കെട്ടിടങ്ങൾ, എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് റൂമുകൾ, വലിയ വാഹനങ്ങൾ, വലിയ TAD, അന്തർദേശീയ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിനേക്കാളും വലിയ ശമ്പളം പറ്റുന്ന കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഈ ഒരു നിലവാരത്തിലേക്ക് സാധാരണ ജനങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് വിച്ഛേദിച്ചിട്ട് ഈ പറയുന്ന കോർപ്പറേറ്റിസത്തിലേക്ക് മാറ്റി. അപ്പം എന്തായി? പണമെടുത്ത് തിരിമറി. സഹകരണ സംഘങ്ങൾ വലിയ കച്ചവടക്കാരാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇവിടെ പാർക്കുകൾ ഉണ്ടാക്കുന്നു, കല്യാണ മണ്ഡപങ്ങൾ ഉണ്ടാക്കുന്നു, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊന്നും മുമ്പ് കേൾവിയില്ലാത്തതാണ്. അപ്പോൾ ഈ പണങ്ങളെല്ലാം, ഓരോ ബാങ്കിലുള്ള പണങ്ങൾ, ആ പണം നിക്ഷേപിച്ച വ്യക്തി വരുമ്പം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നതിൻ്റെ കാരണം എന്താ? പണം മുഴുവൻ പുറത്താണ്, റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലാണ്. അങ്ങനെ ഒരു ബാങ്കിങ് സംവിധാനം ലോകത്തെവിടെയും കാണില്ല. പണം നിക്ഷേപിച്ചാൽ നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ പണം തിരിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് എന്ന വാദം പാർട്ടി ഇവിടെ CPM ഉയർത്തുകയാണെങ്കിൽ, ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ 50% ഇമ്മീഡിയറ്റ് ആയിട്ട് ലോൺ കൊടുക്കാനുള്ള ഫെസിലിറ്റിയിലുണ്ട്. ഇവർ ആകെ ചികിത്സക്ക് ചോദിച്ച് 2 ലക്ഷം രൂപയാണ്. ആ 2 ലക്ഷം രൂപ കട്ടപ്പനയിൽ
ആത്മഹത്യ ചെയ്ത സാബുവിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത്തരത്തിൽ കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ, സഹകരണ ബാങ്കുകളിൽ വലിയ ഗുണ്ടായിസമാണ് നടക്കുന്നത്. മലപ്പുറത്തടക്കം ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നുള്ളതൊക്കെയാണ് പി വി അൻവർ പറഞ്ഞത്.